Module 2 Types of Inventory Control. Transportation Management. Transportation is the main artery of logistics and supply chain management. അതായത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാത്താണ് അല്ലേ, കസ്റ്റമേഴ്സിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ള, അതുപോലെ തന്നെ ഫേമിലേക്ക് മെറ്റീരിയൽസ് എത്തിക്കുക എന്നുള്ള രണ്ട് ഫങ്ഷൻസിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു വേ ആണ് ട്രാൻസ്പോർട്ടേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് ഗുഡ്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള ഒരു വേ ആണ് ട്രാൻസ്പോർട്ടേഷൻ. In other words, raw materials can be transported from suppliers to the production facilities and finished goods from the manufacturing firm to the customers. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്നതാണ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് സപ്ലയറിൽ നിന്നും പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് റോ മെറ്റീരിയൽസ് എത്തുന്ന പ്രോസസ്സ്. അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും ഫിനിഷായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന പ്രോസസ്സിനെ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്നും പറയും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ സപ്ലൈ ചെയിൻ പ്രോസസ്സസ് ബിക്കോസ് പ്രോഡക്ട്സ് ആർ റെയർലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് ഇൻ സെയിം ലൊക്കേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട്. കാരണം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൺസ്യൂമേഴ്സിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂമറിൽ സെയിം ലൊക്കേഷനിൽ തന്നെ, അതായത് പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും അവരുടെ കൺസ്യൂമേഴ്സ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അവിടെയും ഉണ്ടാവും കൺസ്യൂമേഴ്സ്, നമ്മൾ പ്രൊഡക്ഷൻ പ്ലാന്റിൻ്റെ അടുത്ത് തന്നെ അത് കൺസ്യൂം ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ റെയറായിട്ട് മാത്രമേ അങ്ങനെ നമ്മൾക്ക് കാണാൻ പറ്റുള്ളൂ. മെജോറിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാന്റിൽ നിന്നും വളരെ ഡിസ്റ്റൻറ്റിലായിരിക്കും അവരുടെ കൺസ്യൂമേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ദ വെരി mission of logistics is to make available the right quantity at right quality of goods at the right time, right place, at right cost, at least cost. ഓക്കെ, അപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ മിഷൻ അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് കറക്റ്റ് ക്വാണ്ടിറ്റി, കസ്റ്റമേഴ്സ് റിക്വയർ ചെയ്യുന്ന അത്രയും ക്വാണ്ടിറ്റി റൈറ്റ് ക്വാളിറ്റിയിൽ, അവർ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റിയിൽ, റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ, ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലോജിസ്റ്റിക്സിൻ്റെ എയിം. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ പ്രോപ്പർ പ്ലാനിംഗ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ റിസോഴ്സസ്. അപ്പോൾ ഇത് നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അതായത് റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ, റൈറ്റ് കോസ്റ്റിൽ, ലോവസ്റ്റ് കോസ്റ്റിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് സാധ്യമാകുന്നത് എപ്പോഴാണ്? ട്രാൻസ്പോർട്ടേഷൻ റിസോഴ്സസ്, അതായത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഫങ്ഷൻ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ കറക്റ്റ് ക്വാണ്ടിറ്റി നല്ല ക്വാളിറ്റിയിൽ, അതായത് ഡാമേജ് ഒന്നും കൂടാതെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിലും ക്വാളിറ്റി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ലിങ്ക്സ് ഡിഫറെൻറ്റ് ഫിക്സഡ് ഫെസിലിറ്റീസ് ആൻഡ് മാർക്കറ്റ്സ് ആൻഡ് ദസ് സെർവ്സ് ടു ന്യൂട്രലൈസ് ദ സ്പേഷ്യൽ സെപ്പറേഷൻ ഓഫ് ഫെസിലിറ്റീസ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫിക്സഡ് ഫെസിലിറ്റീസ്, അതായത് മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഫെസിലിറ്റിയാണ് അല്ലേ, അത് മൂവ്മെൻ്റ് ഇല്ല. ഒരു യൂണിറ്റ് എന്ന് പറയുന്നതിന് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഫിക്സഡ് ഫെസിലിറ്റീസിലേക്ക് അതിൻ്റെ ഓരോ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെയും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഫിക്സഡ് ഫെസിലിറ്റീസിനെ ലിങ്ക് ചെയ്യുന്ന ഒരു പാത്ത് വേ ആയിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പേഷ്യൽ സെപ്പറേഷൻ, സ്പേസ് അതായത് ഗ്യാപ്പ് അല്ലേ, ലെങ്ത്, ഒരു റോഡ് വഴി നമ്മളുടെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ സ്പേഷ്യൽ ആയിട്ടുള്ള സെപ്പറേഷൻ അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. ആസ് എ മാർക്കറ്റിംഗ് ഫങ്ഷൻ, therefore, it increases the economic value of products by creating time and place utilities and promoting possessions utility. അപ്പോൾ ഇവിടെ ടൈം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിൽ ഡിലേ കൂടാതെ പ്രൊഡക്ട്സ് എത്തിക്കുക എന്നുള്ളതാണ്.
അത് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് മെറ്റീരിയൽസ് കറക്റ്റ് ടൈമിൽ എത്തിക്കുന്നതായാലും കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് എത്തിക്കുന്നതായാലും അവിടെ ടൈം യൂട്ടിലിറ്റി കറക്റ്റ് ആയിരിക്കണം. ദെൻ പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് പ്ലേസിൽ എത്തിക്കുക എന്നുള്ളതാണ്. ദെൻ പ്രൊമോട്ടിംഗ് പൊസഷൻ യൂട്ടിലിറ്റി. പൊസഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊസഷൻ ആർക്കാണ്? ആ വാങ്ങുന്ന ആൾക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് 3 യൂട്ടിലിറ്റിയും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഈ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്കായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർ ദ പ്രൊഡ്യൂസർ, the transportation aid in moving raw materials and other components from suppliers to the plants and warehouses and from plant warehouse to other plants. അപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ വ്യൂവിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊഡ്യൂസേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. അവിടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ്, കമ്പോണൻസ് ഇതെല്ലാം ഒരു വെയർഹൗസിൽ നിന്നാണെങ്കിലും അതല്ല സപ്ലയേഴ്സിൽ നിന്നാണെങ്കിലും പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം പ്ലാൻ ടു വെയർഹൗസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ടു ദ കസ്റ്റമേഴ്സ്. അപ്പോൾ സപ്ലയേഴ്സിൽ നിന്നും പ്രൊഡ്യൂസറിലേക്ക് എത്തുന്നതാണ് അവിടെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ആണ്. ദെൻ ഇപ്പോൾ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിലേക്ക് പ്രൊഡ്യൂസറിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് വഴി കസ്റ്റമേഴ്സിലേക്ക് പ്രോഡക്റ്റ്സ് എത്തിക്കുന്നതാണ്. അത് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സിൽ വരുന്നു. ദെൻ ദ ഹോൾസെയിലർ ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഫ്രം വെയർഹൗസസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ടു റീറ്റെയിലേഴ്സ്. ദെൻ ഇവിടെ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും തമ്മിലുള്ള ലിങ്ക് കൊണ്ടുവരുന്നതും ട്രാൻസ്പോർട്ടേഷനിലൂടെ തന്നെയാണ്. മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഹോൾസെയിലേഴ്സ് ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ്സ് എടുക്കുന്നു. ദെൻ അത് ഓരോ റീറ്റെയിലേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതും ട്രാൻസ്പോർട്ടേഷനിലൂടെ തന്നെയാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് ദ റീറ്റെയിലേഴ്സ് ട്രാൻസ്പോർട്ട് മെർച്ചൻഡൈസ് ഫ്രം ഹിസ് സ്റ്റോർ ആൻഡ് ടു ഫൈനൽ കൺസ്യൂമേഴ്സ്. അപ്പോൾ റീറ്റെയിലേഴ്സ് ഈ പ്രോഡക്റ്റ്സ് എവിടേക്ക് എത്തിക്കുന്നു? അവരുടെ സ്റ്റോറിൽ നിന്നും ഫൈനൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നതും ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ്. ദെൻ കൺസ്യൂമേഴ്സ് ഓൾസോ ബെനിഫിറ്റ് ഫ്രം ട്രാൻസ്പോർട്ടേഷൻ ബിക്കോസ് സം റീറ്റെയിലേഴ്സ് ഡെലിവർ ഗുഡ്സ് ഡയറക്ട്ലി ടു ദെം. അപ്പോൾ ചില കൺസ്യൂമേഴ്സിനും ഈ ട്രാൻസ്പോർട്ടേഷൻ വഴി ബെനിഫിറ്റ് ഉണ്ട്. കാരണം ചില റീറ്റെയിലേഴ്സ് ഡയറക്റ്റായിട്ട് അവരുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നവരുണ്ട്, അല്ലെ, ഹോം ഡെലിവറി ചെയ്യുന്നവരും ഉണ്ട്. അതും ഏതിൽ കൂടെ തന്നെയാണ്? ഈ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിൽ നിന്നും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതും ട്രാൻസ്പോർട്ടേഷൻ വഴി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വയബിൾ എലമെൻറ്റ് ഓഫ് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ്. അപ്പോൾ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വയബിൾ ആയിട്ടുള്ള ഒരു എലമെൻറ്റാണ് ട്രാൻസ്പോർട്ടേഷൻ. As consumers, we are accustomed to seeing trucks and trains moving products or parked at distribution facility. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് കാണാറുള്ളതാണ് ഈ ഗുഡ്സൊക്കെ കൊണ്ട് ട്രക്കുകളും ട്രെയിനുകളും ഒക്കെ പ്രോഡക്ട്സ് മൂവ് ചെയ്യുന്നത്. ഗുഡ്സ് ട്രെയിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ഇതൊക്കെ മൂവ് ചെയ്യുന്നത് നമ്മൾ റെഗുലറായിട്ട് കാണാറുള്ളതാണ്. While this experience provides a good visual understanding of transportation elements. അപ്പോൾ ഇതൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് തന്നെ ഒരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. Then it does not allow the necessary depth of knowledge to understand transportation's role in logistics operation. പക്ഷേ ഈ ഒരു കാഴ്ച കൊണ്ട് മാത്രം, ഈ ഒരു വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് മാത്രം നമുക്ക് ലോജിസ്റ്റിക്സിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ റോൾ എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. ദിസ് സെക്ഷൻ എസ്റ്റാബ്ലിഷസ് ദ ഫൗണ്ടേഷൻ ബൈ റിവ്യൂയിങ് ഫങ്ഷണാലിറ്റി പ്രൊവൈഡഡ് ബൈ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ദ അണ്ടർലേയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നതും ഇനി പഠിക്കാൻ പോകുന്നതും ട്രാൻസ്പോർട്ടേഷന് ലോജിസ്റ്റിക്സിൽ എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതും അതിൻ്റെ അണ്ടർലേയിങ് പ്രിൻസിപ്പിൾസ്, അതിനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് സാധാരണ റെഗുലർ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഡെയിലി ലൈഫിൽ കാണാറുണ്ട്, അല്ലെ, മൂവിങ് ട്രക്കുകളും ട്രെയിനുകളും ഒക്കെ ഗുഡ്സ് ട്രെയിനൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്നാലും അതിൻ്റെ ഉള്ളിലുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച്
അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം നോക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ ഫങ്ഷനാലിറ്റി. ട്രാൻസ്പോർട്ടേഷന് 2 ഫങ്ഷനാലിറ്റീസാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് പ്രോഡക്റ്റ് മൂവ്മെൻറ്റ്, ദെൻ പ്രോഡക്റ്റ് സ്റ്റോറേജ്. പ്രോഡക്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രോഡക്ട്സിനെ മൂവ് ചെയ്യുന്നതാണ് അല്ലേ. ദെൻ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ കീപ്പ് ചെയ്ത് വെക്കുന്നത്. പ്രോഡക്റ്റ് മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. Whether the product is in the form of materials, components, assemblies, work in progress or finished goods, transportation is necessary to move it to the next stage of manufacturing process or physically closer to the ultimate consumer. അപ്പോൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ആയിക്കോട്ടെ, കമ്പോണൻറ്റ്സ് ആയിക്കോട്ടെ, വർക്ക് ഇൻ പ്രോഗ്രസ് ആയിക്കോട്ടെ, ഇതിനെയെല്ലാം ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ അതുപോലെ കസ്റ്റമേഴ്സിലേക്ക് ഈ പ്രോഡക്ട്സിനെ എത്തിക്കുക എന്നുള്ളതും അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എ പ്രൈമറി ട്രാൻസ്പോർട്ടേഷൻ ഫങ്ഷൻ ഇസ് പ്രോഡക്റ്റ് മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ദ വാല്യൂ ചെയിൻ. അപ്പോൾ വാല്യൂ ചെയിനിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ആ പ്രോസസ്സിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്, അതായത് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിലേക്ക് എത്തിക്കുന്നതും, ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സിൽ രണ്ടിലും ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഉണ്ട്. ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇസ് ടു മൂവ് പ്രോഡക്റ്റ് ഫ്രം ആൻ ഒറിജിൻ ലൊക്കേഷൻ ടു a prescribed destination while minimizing temporal, financial, economic, environmental resources cost. Loss and damage expenses must be minimized. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് പ്രോഡക്റ്റിനെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. വൈൽ മിനിമൈസിങ്, അവിടെ കാര്യം നോക്കേണ്ടത് ഫിനാൻഷ്യലും എൻവയോൺമെൻറ്റുമായിട്ടുള്ള റിസോഴ്സസിൻ്റെ ഫിനാൻഷ്യൽ കോസ്റ്റും ടെമ്പറൽ കോസ്റ്റും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ റിസോഴ്സസിൻ്റെ കോസ്റ്റും അവിടെ കുറയ്ക്കേണ്ടതുണ്ട്. അതായത് ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ലോസ് ഒന്നും കൂടാതെ, ഫിനാൻഷ്യൽ ലോസ് ഇല്ലാതെ തന്നെ ഐറ്റംസ് എത്തിക്കുക. ദെൻ എൻവയോൺമെൻറ്റൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ പെട്രോളിയം പ്രോഡക്ട്സ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രോഡക്ട്സ്, പെട്രോളിയം പ്രോഡക്ട്സും അതുപോലുള്ള എലമെൻസിൻ്റെയും കോസ്റ്റ് കുറച്ചുകൊണ്ട് പ്രോഡക്ട്സിനെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട ഒറിജിനിലേക്ക് എത്തിക്കുന്നു. ദെൻ ലോസ് ആൻഡ് ഡാമേജ് എക്സ്പെൻസസ് മസ്റ്റ് ബി മിനിമൈസ്ഡ്. അപ്പോൾ ലോസും ഡാമേജസും ഇല്ലാതെ നമ്മൾ പ്രോഡക്റ്റിനെ എത്തിക്കാനായിട്ട് നോക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോഡക്റ്റ് സ്റ്റോറേജ്. പ്രോഡക്റ്റ് സ്റ്റോറേജിൽ പറയുന്നത് എ ലെസ് കോമൺ ട്രാൻസ്പോർട്ടേഷൻ ഫങ്ഷൻ ഇസ് ടെമ്പററി സ്റ്റോറേജ്. ടെമ്പററി സ്റ്റോറേജ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഫങ്ഷനാണ്, പക്ഷേ അധികം കോമൺ അല്ല, അതായത് അധികം യൂട്ടിലൈസേഷൻ ഇല്ലാത്ത ഒരു ടൈപ്പാണ്. വെഹിക്കിൾസ് മേക്കർ റാദർ എക്സ്പെൻസീവ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്. However, if in-transit product requires storage but will be moved again shortly, the cost of unloading and reloading the product in a warehouse may exceed the profitability. അപ്പോൾ പ്രോഡക്റ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് വെഹിക്കിൾസിൽ പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചു. അതായത് ഇൻ ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് പറയും. അതായത് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്നും മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനിടയ്ക്ക് ആ ഒരു വെഹിക്കിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗുഡ്സിനെയാണ് ഇൻ ട്രാൻസിറ്റ് ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സ്റ്റോർ ചെയ്യാനായിട്ട് എന്ത് വേണം? ഒരു വെഹിക്കിൾ വേണം അല്ലേ? ആ ട്രാൻസിറ്റ്, അതായത് ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിളിൽ അതിന് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് വേണം. അതുപോലെ തന്നെ അത് പെട്ടെന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ അത് ഇൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അത് അൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. And the cost of unloading and reloading the product in a warehouse may exceed the profitability. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ലോഡ് ചെയ്യാനും, അതായത് ട്രക്കിലേക്ക് ലോഡ് ചെയ്യാനും ട്രക്കിൽ നിന്നും അൺലോഡ് ചെയ്യാനും വെയർഹൗസിലേക്ക് അൺലോഡ് ചെയ്യാനുമുള്ള ആ കോസ്റ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റബിലിറ്റീനെ, ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റീനെ എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫങ്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ 2 ഫങ്ഷൻസാണ് നമ്മൾ പറഞ്ഞത്, പ്രോഡക്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് സ്റ്റോറേജ്. പ്രോഡക്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് പ്രോഡക്റ്റ് മൂവ് ചെയ്യുന്ന കാര്യമാണ്. ദെൻ പ്രോഡക്റ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിനെ
അതിൻ്റെ മൂവ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഇടയിൽ പ്രൊഡക്റ്റ് ആ ട്രക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അതിന് വരുന്ന കോസ്റ്റും ആ ഒരു ഫങ്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ്റെ ആ ഒരു ഫങ്ഷൻ, അതിന് സ്റ്റോറേജ് ഫങ്ഷനെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് നോക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് ഇക്കണോമി ഓഫ് സ്കെയിൽ ആൻഡ് നെക്സ്റ്റ് ഇസ് ഇക്കണോമി ഓഫ് ഡിസ്റ്റൻസ്. ഇക്കണോമി ഓഫ് സ്കെയിൽ എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് വെയ്റ്റ് ഡിക്രീസസ് വെൻ ദ സൈസ് ഓഫ് ഷിപ്മെൻറ്റ് ഇൻക്രീസസ്. അപ്പോൾ ഷിപ്മെൻറ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ ഒരു യൂണിറ്റിന് ഉണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? എപ്പോഴും ഒരു പ്രോഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഒരു പെർ യൂണിറ്റിന് കോസ്റ്റ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് അവിടെ എടുക്കുമ്പോൾ അതിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് കൂടെ ആഡ് ആക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു 100 യൂണിറ്റാണ് ഒരു ട്രാൻസ്പോർട്ടിൽ കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾക്കതൊരു 150 യൂണിറ്റ് അല്ലെങ്കിൽ 200 യൂണിറ്റ്സ് ഒക്കെ ആക്കാൻ പറ്റും. ഒരു ട്രക്കിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് യൂണിറ്റ്സിൻ്റെ എണ്ണം കൂട്ടാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ല സൈസ് ഓഫ് ഷിപ്മെൻറ്റ് അതായത് ആ ഒരു എത്ര യൂണിറ്റ്സ് കൊണ്ടുവരുന്നോ അതിൻ്റെ സൈസ് കൂട്ടാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെപ്പോഴും ആ പ്രോഡക്റ്റിലെ പെർ യൂണിറ്റ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ബൾക്കായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമ്മൾക്ക് കുറയ്ക്കാൻ സാധിക്കും. സിംഗിളായിട്ട് വാങ്ങുന്നതും ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് വാങ്ങുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. അവിടെ പ്രോഡക്റ്റിൻ്റെ ആ ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ഷിപ്മെൻറ്റിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മളൊരു കുറച്ച് ഐറ്റംസ് കൊണ്ടുവരുന്ന സമയത്ത് ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ ഒരുമിച്ച് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം കോസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ 100 യൂണിറ്റ്സ് കൊണ്ടുവരുന്ന കോസ്റ്റ് തന്നെയായിരിക്കും 150 യൂണിറ്റ് കൊണ്ടുവരുമ്പോഴും വരുന്നത്. പെട്രോൾ അതുപോലെ ഡീസൽ ചാർജ് അതൊന്നും അതുപോലെ തന്നെ വേരിയേഷൻസ് വരുന്നില്ല. അപ്പോൾ അതിൽ വരുന്ന കോസ്റ്റിലുണ്ടാകുന്ന ഡിഫറൻസ് നമ്മളുടെ പെർ യൂണിറ്റ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഷിപ്മെൻറ്റിൻ്റെ സൈസ് കൂടുന്തോറും കോസ്റ്റ് കുറയ്ക്കുന്നു. Then it is also generally true that larger capacity transportation vehicle such as rail or water are less expensive per unit of weight than smaller capacity vehicles such as motor or air. അപ്പോൾ എയർവേസിലും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസിലും കൊണ്ടുവരിക എന്ന് പറയുന്നത് അവിടെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ റെയിൽ അതുപോലെ തന്നെ വാട്ടർ വേസിലൂടെ കൊണ്ടുവരുന്ന ഐറ്റംസിന് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റീസ് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ അത് ലെസ് എക്സ്പെൻസീവ് ആണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ എക്കണോമീസ് ഓഫ് സ്കെയിൽസ് എക്സിസ്റ്റ് ബിക്കോസ് fixed expenses are associated with moving a load can be spread over a load's weight. As such, a heavier load allows cost to be spread out, thereby decreasing cost per unit of weight. നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഫിക്സഡ് എക്സ്പെൻസസ്, അതായത് ചെറിയ ലോഡ് കൊണ്ടുവരുന്നതും വലിയ ലോഡ് കൊണ്ടുവരുന്നതും തമ്മിലുള്ള എക്സ്പെൻസിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതായത് അതിൽ പെട്രോൾ കോസ്റ്റിലോ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിലോ ഒന്നും ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ആ കോസ്റ്റുകൾ മിനിമൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ആ കോസ്റ്റിൽ കുറേ യൂണിറ്റ്സ് കൊണ്ടുവന്നാലും, അതായത് ബൾക്ക് ക്വാണ്ടിറ്റീസ് കൊണ്ടുവന്നാലും സ്മോളർ ക്വാണ്ടിറ്റീസ് കൊണ്ടുവന്നാലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന പെട്രോൾ അതുപോലെ തന്നെ അതിൻ്റെ കൺവെയൻസ് എമൗണ്ടുകൾക്കൊന്നും ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ക്വാണ്ടിറ്റീസ് കൊണ്ടുവരുന്നത് കൂടുതലായിട്ട് നമ്മൾക്ക് എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എക്കോണമി ഓഫ് ഡിസ്റ്റൻസ്. ഇനി ഡിസ്റ്റൻസ് കുറയ്ക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് പറയുന്നത്. It refers to the characteristics that transportation cost per unit of distance decreases as distance increases. നേരത്തെ പറഞ്ഞു എക്കണോമി ഓഫ് സ്കെയിൽ, അതായത് സൈസിൽ അല്ലെങ്കിൽ വെയ്റ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ട് നമ്മളുടെ കോസ്റ്റിൽ എങ്ങനെ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറയാൻ പോകുന്നത് ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ട് നമ്മളുടെ കോസ്റ്റിൽ എന്താണ് ഡിഫറൻസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ പെർ യൂണിറ്റ് ഓഫ് കോസ്റ്റ്, അത് ഓരോ യൂണിറ്റിനും നമ്മൾ കൊണ്ടുവരുന്ന ഓരോ
ഒരു ഫേമിലേക്ക് കൊണ്ടുവരുന്ന ഐറ്റംസിൽ ഓരോ യൂണിറ്റിൻ്റെയും പെർ ഡിസ്റ്റൻസ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് കൂടുന്തോറും നമ്മൾക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതിന് എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, എ ഷിപ്മെൻറ്റ് ഓഫ് 800 miles will cost less than 2 shipments of the same combined weight of 400 miles. That is 800 മൈലാണ് നമ്മളുടെ ഷിപ്മെൻറ്റ് വരുന്നത്. will cost less than 2 shipments of 400 miles. അപ്പോൾ 400 miles ആയിട്ട് നമ്മൾ 2 ഷിപ്മെൻറ്റ് കൊണ്ടുവരുന്നതും 800 മൈലിൽ, അതായത് അതിൻ്റെ ഡബിൾ ഡിസ്റ്റൻസിൽ നമ്മൾ 2 ഷിപ്മെൻറ്റ്സ് കൊണ്ടുവരുന്നതും ലെസ് കോസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അതായത് 800 മൈൽസ്, അതായത് ഡിസ്റ്റൻസ് കൂടുതലാണ്, അതിലൂടെ 2 ഷിപ്മെൻറ്റ്സ് സെയിം 800 മൈൽസിൽ കൊണ്ടുവരുന്നതും 400 മൈൽസ് വെച്ച് കൊണ്ടുവരുന്നതും ഓരോ ചെറിയ ഷിപ്മെൻറ്റ് 2 ഷിപ്മെൻറ്റ് പകുതി 400 മൈൽസ് വരെ കൊണ്ടുവരിക, ദെൻ അടുത്ത 400 വരെ കൊണ്ടുവരിക. അത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നതും ഒരു ഷിപ്മെൻറ്റിൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നതും തമ്മിൽ കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. The rationale for distance economies is similar to that of economies of scales. എക്കണോമിക്സ് ഓഫ് സ്കെയിൽസ്, അതായത് സൈസിലെ ഡിഫറൻസ് പോലെ തന്നെയാണ് ഇവിടെയും ഡിസ്റ്റൻസിൻ്റെ കാര്യത്തിലും ഡിഫറൻസ് വരുന്നത്. സ്പെസിഫിക്കലി the relatively fixed expenses incurred to load and unload the vehicle must be spread over the variable expenses per unit of distance. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് എപ്പോഴും ഫിക്സഡ് ആണ് അല്ലേ. നമ്മൾക്ക് ഫിക്സഡ് എക്സ്പെൻസിൽ ചേഞ്ച് വരാതെ കൂടുതൽ മൈൽസ് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെർ മൈൽ കോസ്റ്റ് അവിടെ കുറയുന്നു. അതായത് ഒരു പ്രോഡക്റ്റിനെ ഒരു പ്രോഡക്റ്റ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന അതിനുള്ള ഫിക്സഡ് എക്സ്പെൻസ് നമ്മൾക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, ഫിക്സഡ് എക്സ്പെൻസ് ഫിക്സഡ് തന്നെയാണ്, അതിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. പക്ഷേ അവിടെ ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസിൽ ചേഞ്ച് വരുന്നില്ല, പക്ഷേ ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഡിസ്റ്റൻസിലേക്ക് നമ്മൾക്ക് ഈ സെയിം എക്സ്പെൻസിൽ തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ 2 ഷിപ്മെൻ്റായിട്ട് കൊണ്ടുവരുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് വരുന്നത് ഒരുമിച്ച് ഈ 2 ഷിപ്മെൻറ്റ് കൂടെ ഒരുമിച്ച് ആ ഫിക്സഡ് കോസ്റ്റിൽ കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറേ നമുക്ക് കോസ്റ്റ് അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു.